പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. മൊബൈൽ നെറ്റ്വർക്കിലേക്ക് ആളുകളെ തിരിച്ചുപിടിക്കുന്നതിന് ജനപ്രിയ പ്ലാനുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. എന്നാൽ മൊബൈൽ നെറ്റ്വർക്കിൽ ഒതുങ്ങുന്നതല്ല BSNLൻ്റെ ജനപ്രീതി. ഇപ്പോഴിതാ ബ്രോഡ്ബാൻഡിലും തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാനാണ് BSNL ശ്രമിക്കുന്നത്. എൻട്രി ലെവൽ ബ്രോഡ്ബാൻഡ് പ്ലാനുകളിൽ ഇൻ്റർനെറ്റ് വേഗത അടുത്തിടെ വർദ്ധിപ്പിച്ചാണ് BSNLൻ്റെ ഈ നീക്കം. എന്നാൽ ഇക്കാര്യം പല ഉപഭോക്താക്കളും അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ കമ്പനിയുടെ അടിസ്ഥാന ബ്രോഡ്ബാൻഡ് പ്ലാനുകളിൽ വന്ന മാറ്റം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മാസം 249 രൂപയുടെ പാക്കേജോടെയാണ് BSNL അടിസ്ഥാന ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ ആരംഭിക്കുന്നത്. 299, 329 എന്നീ തുകകളുടെ എൻട്രി ലെവൽ ബ്രോഡ്ബാൻഡ് പ്ലാനുകളും BSNLുണ്ട്. ഈ 3 പ്ലാനുകളിലുമാണ് ഇൻ്റർനെറ്റ് വേഗം അടുത്തിടെ കമ്പനി വർദ്ധിപ്പിച്ചത്. 249 രൂപയുടെ പ്ലാനിൽ 10 Mbps വേഗമായിരുന്നു മുമ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത് 25 Mbps ആയി ഉയർന്നു കഴിഞ്ഞു. 10 Mbps തന്നെ വേഗമുണ്ടായിരുന്ന 299 രൂപ പ്ലാനിലെ വേഗവും 25 Mbps ആക്കി കൂട്ടിയിട്ടുണ്ട്. അതേസമയം 20 Mbps വേഗമുണ്ടായിരുന്ന 329 രൂപയുടെ ബ്രോഡ്ബാൻഡ് പ്ലാനിൻ്റെ വേഗം 25 Mbps ആയാണ് ഉയർത്തിയത്. എന്നാൽ ഉപയോഗിക്കാവുന്ന ഡാറ്റയുടെ പരിധിയിൽ BSNL യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 249 രൂപ പ്ലാനിൽ 10 GB ഡാറ്റയും 299 രൂപ പ്ലാനിൽ 20 GB ഡാറ്റയും 329 രൂപ പ്ലാനിൽ 1000 GB ഡാറ്റയുമാണ് BSNL ഇപ്പോൾ നൽകുന്നത്. FUP പരിധിക്ക് ശേഷം വേഗം 2 Mbps ആയി കുറയും. 1000 GB ഉപയോഗത്തിന് ശേഷം 4 Mbps ആയും വേഗം താഴും. പുതിയ ഉപഭോക്താക്കൾ മാത്രമേ 249, 299 രൂപ പ്ലാനുകൾ ലഭ്യമാകൂ എന്ന പ്രത്യേകതയുമുണ്ട്. വളരെ കുറച്ച് ഡാറ്റ മാത്രം ആവശ്യമുള്ളവരെ ലക്ഷ്യമിട്ടുള്ളതാണ് BSNLൻ്റെ ഈ 3 എൻട്രി ലെവൽ ബ്രോഡ്ബാൻഡ് പ്ലാനുകളും.